എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. നമ്മളെ നടത്തിയ കർത്താവിന് എല്ലാവരും അതിരങ്ങൾ തുറന്നുകൊണ്ട് നന്ദി പറഞ്ഞാട്ടെ. നമ്മൾ ശബ്ദം ഉണ്ടാക്കാതിരിക്കാനല്ല, നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വായ തുറന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും ദൈവത്തെ സ്തുതിച്ച ആരും മൗനമായിരിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമ്മൾ വരുന്നത് ഒരു കാഴ്ചക്കാരെ പോലെ നമ്മൾ കണ്ടു മടങ്ങി പോകാനല്ല, ഇവിടെ പാടുന്നവരെ നോക്കിയോ അല്ല ഇവിടെ ചെയ്തത് നോക്കിയോ നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ കർത്താവ് ചെയ്ത ഉപകാരത്തിന് നമ്മൾ നന്ദി പറയാനുള്ള സമയം, കുറച്ച് സമയം എല്ലാവരും അതിരങ്ങളോട് നന്ദി പറഞ്ഞാട്ടെ. നടത്തിയ കർത്താവിനെ എല്ലാവരും നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, യേശുവേ ഞങ്ങൾ നിന്നെ നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവേ, യേശുവേ നിന്റെ കൃപ അനുഭവിക്കുന്ന കൃപയെ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ഞങ്ങൾ നിർത്തിയ കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലങ്ങളിൽ യേശുവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ പല അനർത്ഥങ്ങളും പല വിഷയങ്ങളിൽ ഞങ്ങളുടെ മുമ്പിൽ കടന്നു വന്നപ്പോൾ കർത്താവേ, അവിടെയെല്ലാം നിന്റെ കരം കൂടിയിരുന്ന കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞു യേശുവേ. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ഞങ്ങൾ നിർത്തുന്നുണ്ടെങ്കിൽ യേശുവേ, അതിന്റെ കൃപ മാത്രമാണ് കർത്താവേ, നിന്റെ സ്നേഹം മാത്രമാണ് കർത്താവേ. ആ സ്നേഹത്തിൽ ഞങ്ങൾ ഒന്നുകൂടെ വിരിച്ചെടുക്കുന്ന കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഞങ്ങളുടെ ശരീരത്തിന് ബലം തന്ന കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞു. ഞങ്ങളുടെ കൈകാലുകൾക്ക് ബലം തന്ന കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞു യേശുവേ. ഞങ്ങളുടെ ശരീരത്തിന് ഒരു കോട്ടവും വീഴ്ചയുണ്ടാക്കാതെ കൊണ്ട് ഞങ്ങളെ പരിപാലിച്ച കർത്താവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്ന കർത്താവേ. യേശുവിന്റെ സ്നേഹമാക്കാൻ ഞങ്ങൾ അനുഭവിക്കാൻ തരുന്ന കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. യേശുവെ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. യേശുവെ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. യേശുവെ, ഹല്ലേലൂയ. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ഞങ്ങളുടെ അപ്പനമ്മമാർ ഞങ്ങളുടെ മാറിപ്പോയാലും യേശുവേ, ഞങ്ങളെ മാർഗോട് ചേർക്കുന്ന ഒരു നല്ല ഇടയിൽ ഞങ്ങൾക്ക് കൂടെയുള്ളവരുടെ കർത്താവേ. യേശുവേ, ഞങ്ങളപ്പാ യേശുവ സർക്കാരിന് ചെയ്ത സമയത്തും നിങ്ങൾ ഈ ഭൂമിയിൽ തനിച്ചല്ലെന്ന് ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥന ചെയ്ത കർത്താവ് ഉണ്ടല്ലോ. അതൊരു പരിശുദ്ധമായ ഞങ്ങളുടെ ഇടയിൽ തന്നൊരു കർത്താവ് ഉണ്ടല്ലോ യേശുവേ. ഞങ്ങൾ അതിനെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന യേശുവേ. ഈ ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെ യേശുവേ, പരിശുദ്ധമാവിന്റെ നിയന്ത്രണത്തിലായിരിക്കണ കർത്താവേ, പരിശുദ്ധമാവിന്റെ ഗൈഡൻസിലായിരിക്കണ കർത്താവേ യേശുവേ. ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. യേശുവേ, നന്ദി പറഞ്ഞ കർത്താവേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. യേശുവേ, സ്തുതിക്കുന്ന ഹല്ലേലൂയ. വാഴ്ത്തത്തിന്റെ വിശ്വസ്തനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കരുണാസമ്പന്നനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മാറ്റമില്ലാത്തവനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു യേശുവേ. ജയാളിയായവനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ഞായറാഴ്ച പകൽ സമയത്തപ്പ ഒരു പ്രാവശ്യം കൂടെ നിന്റെ സന്നദ്ധയിലേക്ക് അടികളെ കൂടി വരുത്തി കിടപ്പുകളൊക്കെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പ. ഞങ്ങൾ മനുഷ്യനെ കണ്ടല്ലപ്പ ഞങ്ങളിവിടെ വന്നിരിക്കുന്ന യേശുവേ. മറ്റൊരാളെ ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ല കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് ചില കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമപ്പ യേശുവേ. നിന്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് ശ്രമിക്കണമപ്പ. അതിനെ ഞങ്ങൾ ഇവിടെ കൂട്ടി വരുന്ന കിടപ്പുകളൊക്കെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന യേശുവേ. വിശുദ്ധ ആരാധന നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവേ. ആദ്യോടെ മുതൽ അന്ത്യം വരെ നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അടികളുടെ കൂടെ ഉണ്ടായിരിക്കണം കർത്താവേ. കഴിവുള്ളവരെല്ലാം തക്ക സമയത്ത് കൂട്ടി വരുന്ന കൃപകൾക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന യേശുവേ. അല്ലെങ്കിൽ ചുരുക്കം പേരെ ഉള്ളെങ്കിലും അടികൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ നടുവിൽ വന്ന കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ കർത്താവേ. ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ആരാധിപ്പാതിന്റെ കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ കർത്താവേ. ഞങ്ങളുടെ നിന്റെ കാര്യങ്ങൾ കഴിപ്പിക്കുന്നു യേശുവേ. അവരെ നയിക്കുന്ന കൃപകൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവർക്ക് കൊടുത്ത താല്പര്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് യേശുവേ. കർത്താവിനെ പാടി കൊടുത്തുവാനുള്ള കൃപ അവർക്ക് കൊടുത്ത കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ കർത്താവേ. ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന മക്കളെ നിന്റെ കാര്യങ്ങൾ കഴിപ്പിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കുന്ന കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ കർത്താവേ. അതിലുപരി യേശുവേ, വചനം പറഞ്ഞ ദാസനെ നിന്റെ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു യേശുവേ. മാറ്റമില്ലാത്ത വചനം യേശുവേ എന്റെ മകനെ കൊടുത്തപ്പ ഞങ്ങൾക്കത് ക്രമീകരിച്ചിരുന്ന കൃപകൾക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് യേശുവേ. അതിനായിട്ട് നിന്റെ മകനെ നീ ഒരുക്കിയ കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ കർത്താവേ. യേശു ഉപവാസം പോലെ നിന്റെ ആരാധന നിന്റെ കരങ്ങൾ കേൾപ്പിക്കുന്നു. വരുവരുള്ളവരെല്ലാം തക്ക സമയത്തിന് കൂട്ടി വരുന്ന കൃപകൾക്ക് നന്ദി പറയുന്നപ്പ യേശു. അടുത്ത അല്പസമയം കൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടികൾ പ്രാർത്ഥിക്കുന്നപ്പ. പ്രാർത്ഥനകളുടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ
കർത്താവ് എത്ര വിശ്വസ്തനല്ലേ. ഹല്ലേലൂയ. ഈ 2025 അവസാനിക്കുമ്പോൾ കർത്താവ് നമ്മൾ ബലത്തോടു കൂടിയാണ് നോക്കുന്നത്. ചില പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നപ്പോഴും അവിടെ കർത്താവിന്റെ കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നവംബർ മാസം ലാസ്റ്റ് ഞായറാഴ്ച ഈ നിമിഷം വരെ കർത്താവ് നമ്മളെ അതിശയകരമായ നമ്മളെ നടത്തുന്നത്. നമ്മൾ ചോദിക്കുന്നതിലുപരി നമ്മുടെ കർത്താവ് നമ്മളെ മാനിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ പൂർണ്ണമായും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ നമ്മളെ വരമേൽപ്പിക്കുക. ആ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കർത്താവ് വാക്ക് മാറാത്തവനാണ്. അവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ ഇന്നലെയും അനന്യനായ കർത്താവാണ്. അവൻ മാറ്റമില്ലാത്ത കർത്താവാണ്. ഹല്ലേലൂയ. പലരും പല ദൈവങ്ങളുടെ മുമ്പിൽ ഓടി ചെല്ലുന്നുണ്ട്, പല ദൈവങ്ങളുടെ മുമ്പിൽ കവർന്നു വീണ് പ്രാർത്ഥിക്കുന്നുണ്ട്, പലരുടെ മുമ്പിൽ സാഷ്ടാംഗം വധിക്കുന്നുണ്ട്. എങ്കിലും അതിനൊന്നും പോകാണ്ട് ഈ സത്യദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. പലരും എന്തിന്റെ വേണമെങ്കിലും പൊക്കോട്ടെ, നമ്മുടെ കാര്യങ്ങളിലേക്ക് കർത്താവ് ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുക. നമ്മൾ അതിനുവേണ്ടി നമ്മളെ തന്നെ നമ്മളങ്ങ് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. നമുക്കൊരു വചനം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം. ലൂക്കോസ് 5-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2-3 നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകുകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെ ഉള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിവന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ യേശു ശിമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 10-ാം വാക്യം അതിന്റെ ബി പാർട്ട് ഇങ്ങനെ പറഞ്ഞു, യേശു ശിമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് രാവിലെ ഈ പ്രഭാതത്തിൽ നമ്മളോട് പറയുക, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യേശു ഗെനസറത്ത് തടാകത്തിൽ ദൈവവചനം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ജനം തിക്കി തിരക്കി അവിടെ വന്നെന്നാണ് പറഞ്ഞത്. ഇന്ന് മിക്കവരും പോകുന്നത് സൗഖ്യം കാണാൻ വേണ്ടിയായിട്ടും, അല്ലെങ്കിൽ എനിക്ക് സൗഖ്യം വേണം, എനിക്ക് ചില കാര്യങ്ങൾ പ്രാപിക്കണം എന്നുള്ള ചിന്തയിലാണ് ജനങ്ങൾ കൂടുതലും ആരാധന നടക്കുന്നിടത്തും, അല്ലെങ്കിൽ വലിയ വലിയ പ്രാസംഗികളൊക്കെ വരുന്നത് ജനങ്ങൾ ഓടി ചെല്ലുന്നത്. എനിക്ക് ആ ദേവദാസൻ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ എന്റെ തലയിൽ ഒന്ന് കൈവച്ച് കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യമാകും എന്നുള്ള വിശ്വാസത്താൽ പലരും ഇന്ന് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഇങ്ങനെയാണ് വചനം പറയുന്നത്, ജനം തിക്കി തിരക്കി ദൈവം ആ പടകിൽ കയറുന്ന സമയത്ത് ജനം തിക്കിത്തിരക്കി വന്ന് നമുക്ക് ദൈവത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മൾ ദൈവത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ, നമ്മൾ ദൈവമായിട്ട് ഇരിക്കുന്ന സമയം നമ്മൾ കർത്താവിനോട് ചില സമയങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയായിട്ടാണ്. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് നമ്മൾ നന്ദി പറയാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു ചെല്ലുമ്പോൾ എനിക്കിന്ന് ചില കാര്യങ്ങൾ പ്രാപിക്കണം, എനിക്കത് കിട്ടിയേ മതിയാവൂ, നമ്മൾ വാശി പിടിച്ചല്ല നമ്മൾ നിൽക്കേണ്ടത്. ദൈവം നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ 2 കൈ നീട്ടി നമ്മൾ സ്വീകരിക്കണം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജനം തിക്കി തിരക്കി ചെല്ലുന്നതാണ് പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അവിടെ എന്താണ് നടക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ജനം അത് നിൽക്കുന്നുണ്ട്. അതിൽ പകുതി പേരുടെ മനസ്സും അങ്ങനെയായിരിക്കും. എന്താണ് അവിടെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ കർത്താവ് ചെയ്യുന്നത്
ചെയ്യുന്നത്. നമുക്കറിയാം, വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ജനങ്ങൾക്കെല്ലാം അറിയാം കർത്താവ് വരുന്നിടത്ത് സൗഖ്യമുണ്ട്, അവിടെ രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, പല അത്ഭുത പ്രവർത്തികളും ചെയ്യുന്നത് ജനങ്ങൾക്കറിയാം. നമ്മുടെ ചിന്തയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, ആ ഗന്നേസത്തെ തടാകത്തിൽ കർത്താവ് വന്നപ്പോഴത്തേനും എന്താണ് ചെയ്യാൻ സാധിക്കും, എന്താണ് ചെയ്യാൻ പോകുന്നത് ജനങ്ങൾ ചിലപ്പോൾ ഓടി ഒന്ന് നോക്കുകയായിരിക്കും. ഇന്നെന്താണ് ഈ തടാകം ഇവിടെ കർത്താവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, അല്ല കർത്താവ് ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് ഓരോ അത്ഭുത പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അവിടെ എന്താണ് കാണാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ അവിടെ വന്നിരിക്കുന്നത്. കർത്താവ് നോക്കിയപ്പോൾ അവിടെ ശീമോനെ പടക് കണ്ടു. ആ പടകിൽ കയറി കുറച്ച് നീക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ശീമോൻ അത് കേട്ടു, ആ പടക് നീക്കി. ദൈവങ്ങളെ ഒരു കാര്യം രാവിലെ ഞാൻ പറയാം, നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കണം. ഒന്ന് കർത്താവിന്റെ വാക്കിന് നമ്മൾ ചെവി കൊടുക്കുന്നവരായിരിക്കണം. കർത്താവ് എന്ത് കാര്യമാണോ നമ്മളോട് പറയുന്നത് നമ്മളത് കേൾക്കണം. നമ്മളോട് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ചിലപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറയുമായിരിക്കും. എന്നാൽ നമ്മളത് വിശ്വാസത്തോടു കൂടി നമ്മളത് ഏറ്റെടുക്കുക. ആദ്യം കർത്താവിന്റെ വാക്കിന് നമ്മൾ വില കൊടുക്കണം. ഹല്ലേലൂയ. കർത്താവ് എന്താണോ നമ്മളോട് പറയുന്നത്, അല്ല യേശു എന്താണോ നമ്മളോട് സംസാരിക്കുന്നത്, നമ്മൾ അതിനു വേണ്ടിയായിട്ട് നമ്മൾ ആദ്യം വില കൊടുക്കുന്നവരായിരിക്കണം. ഇത് പല കാര്യങ്ങളും നമ്മളോടൊപ്പം ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രാർത്ഥനയിലൂടെയോ വചനത്തിലൂടെയോ ദൈവം നമ്മളോട് സംസാരിക്കും. ചിലപ്പോൾ നമ്മളത് ചിന്തിച്ച് നമ്മളത് നമ്മുടെ ചിന്തയിൽ ആഴമാക്കി നമ്മളത് കൊണ്ടുവരും. അതിൽ ചിലപ്പോൾ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ടുവരും. എന്നാൽ കർത്താവും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് രണ്ടും കൽപ്പിച്ച് നമ്മളത് കേൾക്കുക, നമ്മളത് മുമ്പിലേക്ക് നമ്മൾ ചെയ്യുക. ഇവിടെ ഒരു അക്സറിനെ കുറിച്ച് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ശീമോനോട് പടക് അല്പം നീക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ശീമോൻ അതനുസരിച്ച് പടക് മുമ്പിലേക്ക് നീക്കി. അപ്പം ദൈവം ആ പടകിലിരുന്ന് ആ പടക് നീക്കി കഴിഞ്ഞ് ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക, ദൈവവചനം മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ നമുക്കറിയാം, ഈ വചനം വായിക്കുമ്പോൾ പല ശിഷ്യന്മാരെ ഉളവാക്കിയതിലൂടെ നമുക്ക് ഈ വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ശീമോൻ അതുപോലെ ചെയ്തു. കർത്താവ് ആ പടകിലിരുന്ന് ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവ് ശീമോനോട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് എനിക്ക് വലയിറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ശീമോൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല. കാരണം അപ്പോൾ ഒരു കാര്യം ഓർത്തണം, ആ പടകിൽ കർത്താവ് കയറിയത് രാവിലെയാണ്. ഹല്ലേലൂയ. അവർ രാത്രി മുഴുവൻ ആ പടക് വഴി നടന്നിട്ട് പടകിലൂടെ വല എറിഞ്ഞിട്ട് മീൻ പിടിക്കാൻ പോയിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. അവർ ഉപജീവനമാർഗം എന്ന് പറയുന്നത് മീൻ പിടിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് പണം വാങ്ങുന്നവരായിരുന്നു. എന്നാൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ കർത്താവ് ശീമോനോട് പറഞ്ഞൊരു കാര്യമാണ്, നീ ആഴത്തിലേക്ക് എനിക്ക് വലയിറക്കുകയും. ഹല്ലേലൂയ. ശീമോൻ അത് വിശ്വാസത്തോടു കൂടി ഏറ്റു. ആ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ആഴത്തിലേക്ക് എനിക്ക് വലയെറിഞ്ഞു. ദൈവങ്ങളെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളോട് കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തോടു കൂടി നമ്മൾ അത് ഏറ്റെടുക്കുക. നമ്മൾ ചെയ്യുക. കാരണം നമ്മളെ നടത്തുന്നത് നമ്മളോട് പറഞ്ഞത് നമ്മുടെ കർത്താവാണ്. നമ്മൾ ആദ്യം നമ്മുടെ കർത്താവിന്റെ വാക്കിന് നമ്മൾ ചെവി കൊടുക്കണം. കർത്താവ് എന്ത് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കുന്നവരായിരിക്കണം. എങ്കിൽ നമ്മളെ ജയത്തോടു കൂടി കർത്താവ് നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുപോകുള്ളൂ. അതാ 10-ാം വാക്യം വീപ്പാട്ട് ഇങ്ങനെ പറഞ്ഞത്, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്ക് ഒന്നും ലഭിച്ചില്ല, നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലായിരിക്കും. ചില പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് ഒന്നും ഇല്ലായിരിക്കും. അപ്പോഴും വചനം നമ്മളോട് ഈ രാവിലെ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നമ്മൾ ഭയം കൂടാണ്ട് നമ്മൾ നിൽക്കുക. നമ്മൾ ഇന്ന് നിൽക്കുന്ന നമ്മൾ ജയിച്ച കർത്താവിന്റെ കാര്യങ്ങളിലാണ്. ഹല്ലേലൂയ. നമ്മൾ ജയിച്ച കർത്താവിനോട് കൂടെ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളോട് കർത്താവ് പറയുന്ന പോലെ നമ്മൾ ഓരോ സ്റ്റെപ്പ് നമ്മൾ മുമ്പിലേക്ക് വരിക. ആ കർത്താവ് നമ്മളെ നടത്തും. ഹല്ലേലൂയ. കർത്താവ് ശിഷ്യന്മാരെ വാർത്തെടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഉളവാക്കുന്ന സമയത്തും പലരും പല ജോലികൾ ചെയ്തിരുന്നവരാണ്. ചിലപ്പോൾ എന്റെ ചിന്തയിൽ ഇങ്ങനെ പറയാൻ പലർക്കും അന്യോന്യം അറിയില്ലായിരുന്നു. എന്നാൽ കർത്താവിന്റെ വചനം കേട്ടപ്പോൾ, കർത്താവിന്റെ വാക്ക് കേട്ടപ്പോൾ അവർ അതുപോലെ ചെയ്തപ്പെടുത്തുകയും കർത്താവ് ഓരോരുത്തരുടെ ശിഷ്യന്മാരായിരിക്കുന്ന. ഹല്ലേലൂയ. നമ്മളും അതുപോലെ നമ്മൾ പലയിടത്ത് കടന്നവരാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തവരായിരുന്നു. എന്നാൽ കർത്താവിന്റെ വചനം കർത്താവിന്റെ സ്നേഹം നമ്മളിൽ വന്നപ്പോൾ, കർത്താവിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമ്മളും സഹോദരന്മാരും നമ്മുടെ മക്കളും അവകാശികളുമാക്കി കർത്താവ് നമ്മളെ മാറ്റിയിരിക്കുക. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ നമ്മൾ നേരത്തെ കർത്താവിനെ അറിയില്ലായിരുന്നു. പലർ സാക്ഷ്യം കേട്ട് നമ്മളിൽ വിശ്വാസം ഉണ്ടായി. നമുക്ക് ആ വിശ്വാസം വന്നാൽ എങ്ങനെ? കർത്താവ് ഓരോ കാര്യങ്ങൾ ചെയ്തതിലൂടെയാണ്. നമ്മളും നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവരോട് പറയണം.
എന്താണോ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തു തന്നത്, ആ കാര്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ ആ കർത്താവ് നമ്മൾ പറയുമ്പോൾ കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കും. അവരുടെ ഹൃദയത്തെ കർത്താവ് തൊടും. ഹല്ലേലൂയ. നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മൾ ഭയപ്പെടേണ്ട, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവരൊക്കെ യേശു പറഞ്ഞ അനുസരിച്ച് അവർ വല ഇറക്കിയപ്പോൾ വല കീറുമാറായെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. അവർക്ക് ആ ശിമോനും കൂട്ടാളിക്ക് തന്നെ വലിച്ചു കയറ്റാൻ മറ്റു പറ്റിയില്ല. മറ്റുള്ള പടയിലുള്ളവരെ കൂടെ വിളിച്ചു അവരെ വല കയറ്റുകയാണ് ചെയ്തത്. ദൈവമക്കളെ, ഇന്ന് കർത്താവ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക, നമ്മളെ കർത്താവിനോട് കൂടെ നമ്മൾ ഇരിക്കുക. ഹല്ലേലൂയ. രോഗിയായ ഒരാൾ മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ, നമ്മുടെ യേശുക്രിസ്തു മാത്രമാണ്. നമ്മളെ നിത്യമായി സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെയുള്ളൂ, ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. നമ്മൾ ആ ദൈവത്തോട് കൂടെ നമ്മൾ